അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അങ്ങനെ നമ്മുടെ ഉദയഭാനു അവിടെ കളിക്കാവുന്ന കളിയിൽ അപ്പുറം കളിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഉദയഭാനുവിനെ അങ്ങ് വിശ്വാസമാണ് കേട്ടോ ബാലന്. മീനാക്ഷി പറഞ്ഞിട്ടോ മിത്ര പറഞ്ഞിട്ടോ ഒന്നും ബാലനെ കുറിച്ചല്ല ഉദയഭാനുവിനെ കുറിച്ച് ഒരു മൈനസും നമ്മുടെ ബാലന് പറയാനില്ല. ഉദയഭാനു പെർഫെക്റ്റ് ആണ്. അവര് എന്താ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഓഫീസിലൊക്കെ തിരക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതേ നമ്മുടെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, അവർക്ക് ഇവിടെ ഒരു ബന്ധം ഉള്ളത് കൊണ്ടല്ലേ. അപ്പം അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ അഭിമാനിക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന്. എന്ത് ചെയ്യാനാണ്, ബാലനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ബാലനോട് അതും ഇതുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഉദയഭാനു വന്നത്. ഉദയഭാനു പറഞ്ഞു, വേണ്ട, ഒന്നിനും പോവണ്ട ബാല, സാരമില്ല, നമ്മളൊരു കുടുംബങ്ങളാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോയാൽ മതി, ആകാശ് എന്തോ പറഞ്ഞോട്ടെ എന്ന്. ഇല്ലില്ല, സമ്മതിക്കത്തില്ല, ആകാശിനെ ഇപ്പം വലിച്ചു കീറുമെന്നും പറഞ്ഞുകൊണ്ടാണ് ബാലൻ നിൽക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ഉദയഭാനു പറഞ്ഞു ഒതുക്കുകയാണ്. ഇതൊക്കെ ഉദയഭാനുവിന്റെ ട്രിക്കായി. എന്തൊക്കെ കണ്ടവനാണ് ഈ ഉദയഭാനു. അങ്ങനെ നമ്മുടെ ഉദയഭാനു നേരെ പോയി അകത്തേക്ക് പോയി ഇത്രയൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ബാലൻ പറഞ്ഞു, കണ്ടില്ലേ, ഉദയഭാനു സാറ് പറഞ്ഞത് കേട്ടില്ലേ? ദേ, വിവരവും ബോധവും ഉള്ളവരെ കണ്ടു പഠിക്കും മീനാക്ഷി, നീ കുറെ പഠിച്ചു, നിനക്ക് ജോലി കിട്ടി, നീ ഒരു ഓഫീസിലൊക്കെ അല്ലേ ജോലി ചെയ്യുന്നത്, കുറച്ച് വിവരവും ബോധവും ഒക്കെ വേണ്ടേ? നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? നിന്റെ കെട്ടിയവനോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവനിപ്പം ആകാശല്ല, അവനിപ്പം ആകാശത്തൂടെ പറക്കാൻ നോക്കുന്ന എയറോപ്ലെയിനാ. അവൻ ആകാശം മുട്ടാനാ ശ്രമിക്കുന്നത്. ആകാശം മുട്ടി പറന്നവൻ ഒരിക്കലും നേരെ വന്ന് വീണിട്ടില്ല. താഴെ വീഴുകയാണെങ്കിലേ എങ്ങനെയാ വീഴുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് വിവരിച്ചു പറയുന്നില്ല. എന്റെ മകനൊക്കെയാണ് എങ്കിലും മീനാക്ഷി, നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ദേ, കണ്ടില്ലേ, എന്തൊരു വിനയോ ആ മനുഷ്യൻ പറയുന്നത് കേട്ടോ. ആകാശിനോടൊന്നും പറയണ്ട, ചോദിക്കണ്ടെന്നൊക്കെ. ഇതുപോലെ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? പറ്റുമോ? അല്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും ഈ പറയുന്ന മീനാക്ഷിയുടെ അച്ഛന് എന്തൊക്കെയോ വലിയ വിപ്ലവം ഉണ്ടാക്കിയല്ലോ. ആകാശിനോട് പോയി പറയുകയും ഇവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തുല്ലോ. അങ്ങനെ വല്ലതും ദേ ആ ഉദയഭാനു ചെയ്യുന്നുണ്ടോ? പാവം, ഇന്ന് ഇഷ്ടമുള്ള കറികളെല്ലാം വെച്ചുണ്ടാക്കി തരാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക ശ്രീകല. എന്നിട്ട് ശ്രീകലയോടും പോരുകുത്ത്. ദേ, ഈ ദേവിയോട് കാണിക്കുന്ന ലേശം സ്നേഹം നിങ്ങൾക്ക് ഇവരോട് കാണിച്ചാൽ എന്താ, അവർ 100 ഇരട്ടിയായിട്ട് തിരിച്ചു തരത്തില്ലേന്ന്. ഇത്രയും പറഞ്ഞിട്ട് ബാലൻ അങ്ങ് പോയി. എന്ത് ചെയ്യാനാണ്. നമ്മുടെ മീനാക്ഷി പറഞ്ഞു, മിത്രയെ ഇത് കൈവിട്ടു പോയി. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഇപ്പോഴൊന്നും പിടിച്ചാൽ കിട്ടത്തില്ല. അച്ഛനിപ്പം വേറെ ഏതോ ലോകത്താ. ദേ, സത്യത്തിൽ ആകാശല്ല, അച്ഛനാ വേറെ ഏതോ ലോകത്തെന്നാ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പൊ എന്താ ഇതിനൊരു വഴി? ഈ പണ്ടാരത്തിനെയൊക്കെ ഉള്ള കാലം മുഴുവൻ സഹിക്കണം എന്നാണോ? അമ്മ ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്നാണോ? ഏതായാലും ആര്യം വരട്ടെ. ആര്യം വന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കണം. നേരത്തെ അമ്മ പോയതിന്റെ തീരുമാനം മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ ആകാശന് തീരുമാനം ഉണ്ടാക്കണം, ഉദയഭാനുവിന് തീരുമാനം ഉണ്ടാക്കണം, സ്ത്രീകൾക്ക് തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ മൊത്തം തീരുമാനം ഉണ്ടാക്കലാണ് ഇനിയിപ്പോ നമ്മുടെ മീനാക്ഷിക്ക് ജോലിയുള്ളൂ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമംഗലത്ത് ഒരു ബ്രെയിൻ വാഷിംഗ് അങ്ങ് നടക്കുകയാണ്. എങ്ങനെയും ഒക്കെ കുത്തി തിരിച്ച് നമ്മുടെ ആര്യ ഗോമതിനെ കൊണ്ട് ആ പേപ്പറിൽ സൈൻ ചെയ്യിക്കണം. അപ്പൊ അതിനൊരു വഴി വേണമല്ലോ. ആ പേപ്പറിൽ ഒരു വെള്ള പേപ്പറിൽ ഒരു സൈൻ ചെയ്ത് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. കാരണം ഒരു സൈൻ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന് കോടികളുടെ വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോമതിയുടെ ആങ്ങളമാര് രണ്ടുപേരും അതുപോലെ അലോഹും ഭാര്യമാരൊക്കെ ചേർന്നിരുന്ന് തന്ത്രപൂർവ്വം നമ്മുടെ ഗോമതിനെ മയക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ മിത്രയുടെ അമ്മയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അതിപ്പം അലോഹിന്റെ പേരിൽ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആർക്കും ഉപകരിക്കത്തില്ല. അത് ഉറപ്പായ കാര്യമാണെന്ന് നന്നായിട്ടും വളരെ വ്യക്തമായിട്ടും നമ്മുടെ മിത്രയുടെ അമ്മയ്ക്കും അച്ഛനൊക്കെ അറിയാം. പക്ഷേ ഒരു കടപ്പാട് അല്ലെങ്കിൽ ഒരു മകനാണല്ലോ ഉള്ളൂ. ആ കുടുംബം നിലനിർത്താൻ ഒരു സന്തതിയേ ഉള്ളൂ. അപ്പൊ അതിന്റെ പേരിലൊക്കെയാണ് ഇവര് വിട്ടുവീഴ്ച ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ അലോഹ് പറയാണ്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല അപ്പച്ചിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ്. എന്നെ കണ്ടായിരുന്നു അവള്, അനുശ്രീ വന്ന് എന്നെ കണ്ടു. അവള് പറയുന്നത് അപ്പച്ചീനെ ഒന്ന് നമുക്ക് കണ്ടാ മതി എന്നൊക്കെയാ പറയുന്നത്. പിന്നെ അപ്പച്ചി ഇപ്പം വന്നേക്കുന്ന ആ ശശികലയില്ലേ, ആ ശശികല അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാമോ? ബാലൻ എന്നല്ലാട്ടോ, അങ്കിളെ എന്നാട്ടോ പറയുന്നത്. ബാലൻ അല്ലാത്ത സമയം നമ്മുടെ അലോഹ് ബാലൻ എന്ന് പറയും. ഗോമതി ഉള്ളപ്പോ അങ്കിളെന്ന് പറയും. അങ്കിളിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വെച്ചു വിളമ്പി കൊടുക്കാണ്. മാത്രമല്ല ദേ ഇപ്പം കടയും ഏൽപ്പിച്ചു കഴിഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ദേ എന്താ തീരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് തീരുമാനം പറഞ്ഞു, ഇനി എന്തിനാ അങ്കിളിന്റെ പുറകെ വെറുതെ പോകുന്നത്? ഇവിടെ കയറി വന്ന് വിളിക്കാതെ അങ്ങോട്ടേക്ക് ഇനി പോകേണ്ട ഒരാവശ്യമില്ല.
അപ്പോഴത്തേക്കും അറിയാലോ നമ്മുടെ ബാലൻ കുറച്ച് വാശിയും വൈരാഗ്യമായിട്ട് ഇവിടെ വന്ന് വിളിക്കില്ലെന്നറിയാം. അത് മാത്രമല്ല, ഏതായാലും നമുക്ക് നമ്മുടെ സ്വത്തിന്റെ ഒക്കെ കാര്യത്തിൽ ഈ സമയത്ത് ഒരു തീരുമാനവും ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നിന്റെ ആവശ്യമില്ലെന്ന് പറയാം. അപ്പം ബാലനും ഒക്കെ അറിയാതെ വേണം എഴുതി വെക്കാനായിട്ട് ഇവരുടെ പേരിൽ. അപ്പം ബാലനും ആര്യനോ ആരെങ്കിലും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ലെന്ന് നന്നായിട്ട് അറിയാം ഇവന്മാർക്ക് എല്ലാവർക്കുമേ. കാരണം ഗോമതി പൊട്ടിയാണ്, ഗോമതിനെ കൊണ്ട് എങ്ങനെയെങ്കിലും എഴുതി വെപ്പിക്കാം. ആങ്ങളുടെ ആണെങ്കിലും ആങ്ങളുടെ മകന്റെ ആണെങ്കിലും അങ്ങോട്ട് പോകുമല്ലേ ഉള്ളൂ എന്ന് ഓർക്കുമല്ലോ. അപ്പൊ എങ്ങനെയാണെങ്കിലും എഴുതി വെപ്പിക്കാം. ആ ഒരു തന്ത്രമാണ് നമ്മുടെ അലോഹ് പ്രയോഗിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ആകാശം മുട്ട പറക്കാണ് കേട്ടോ. നമ്മുടെ ആകാശിനെ കൊണ്ടുപോയി മീനാക്ഷിയുടെ അച്ഛനാണെങ്കിൽ ഒരു കട കാണിച്ചു കൊടുക്കാണ്, ഒരു സൂപ്പർ മാർക്കറ്റ്. ആദ്യം ഒരു ഷട്ടറിട്ട കടയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ നിന്ന് വേണം മോനെ നമുക്ക് തുടങ്ങാനായിട്ട്, ഇതൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആക്കി മാറ്റണം, ഇവിടുത്തെ സകല കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കണം, ഇതാണ് എൻ്റെ ലക്ഷ്യം. ഇവിടെ അല്ലെങ്കിൽ വേറൊരിടത്ത് ഈ കട എങ്ങനെയുണ്ടെന്ന് നോക്കാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ആണെങ്കിൽ നമ്മുടെ ആര്യം വന്നു. ആര്യന്റെ കാര്യം ഇത്രയും മീനാക്ഷിയും പറയാണ്, ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം നമ്മുടെ ആര്യനും പറയുന്നുണ്ട്, അതെ ആകാശേട്ടനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ആകാശേട്ടനെ എങ്ങനെയെങ്കിലും തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കണം. മാത്രമല്ല ഇപ്പം ദേവമംഗലത്തിന്റെ പടി മാത്രമേ കടന്നുള്ളെങ്കിൽ ഇനിയിപ്പം ആകാശം കടക്കാൻ പോകുന്നത് അതിനപ്പുറം എന്തെങ്കിലും ആയിരിക്കും. അതിനു മുമ്പ് തന്നെ എൻ്റെ പൊന്നു മീനാക്ഷി ഏടത്തിനെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയുക. കാരണം ഇതില് ആരും ഇടപെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. മീനാക്ഷി തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങണം ആകാശിന്റെ ഈ ഒരു സ്വഭാവം മാറ്റണമെങ്കിൽ. ആകാശ് ഇപ്പോഴും സ്വപ്നം കാണുന്നത് മീനാക്ഷിയുടെ അച്ഛൻ പറയുന്ന ഓരോരോ ചീട്ടുകൊട്ടാരങ്ങളാണ്. അതൊക്കെ ഒരു ചീട്ടെടുക്കുമ്പോൾ താഴെ വീഴാന്നതേ ഉള്ളൂ എന്ന് നമ്മുടെ ആകാശിന് അറിയത്തുമില്ല കേട്ടോ. ഈ എന്താ പറയുന്നത്, ഈ പുറമേ കാണിക്കുന്ന ഒരു സ്നേഹം കണ്ടിട്ടാണ് പുള്ളിക്കാരൻ അങ്ങ് മയങ്ങി നിൽക്കുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആര്യൻ തന്നെ പറയാണ്, ഏതായാലും ഞാനൊന്ന് ചെല്ലട്ടെ, ഒന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞ് നേരെ പോവുകയാണ് നമ്മുടെ ആകാശിന്റെ അടുത്തേക്ക്. അപ്പൊ ആകാശ് ചെല്ലുമ്പം ആകാശിന്റെ അടുത്തേക്ക് ആര്യം പോവുകയാണ്. ആര്യം ചെല്ലുമ്പം ആകാശ് ഇങ്ങനെ ഒരു ഷോപ്പിംഗ് മാള് തുടങ്ങാനുള്ള തീരുമാനത്തിലൊക്കെ നിൽക്കുകയാണ് മീനാക്ഷിയുടെ അച്ഛനുമായിട്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ഏട്ടാ ഈ കാണിക്കുന്നത്, ദേ എൻ്റെ ഏട്ടന് നിങ്ങളൊന്ന് വഴി തെറ്റിക്കാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പം വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയാ ഇവനെ ഇപ്പം നിന്റെ ഏട്ടൻ മാത്രമല്ല എൻ്റെ മോളുടെ ഭർത്താവും കൂടെയാ, അവർക്കൊരു സൗകര്യം വേണ്ടേ, അവർക്കൊരു ജോലി വേണ്ടേ. ഇനിയിപ്പം സ്വന്തമാന്ന് പറയാൻ പറ്റുമോ ഗോമതി സ്റ്റോഴ്സ്? ആർക്ക് സ്വന്തമാ അതൊന്ന് നിങ്ങൾ പറ. ഉദയഭാനുവിനോ അതോ ഇനിയിപ്പം ദേവിക്കോ അതോ ആനന്ദിനോ? ആർക്കാണ് സ്വന്തം? നിങ്ങൾക്ക് ആർക്കും ഒരു അവകാശവും ഇല്ല അവിടെ. നിങ്ങൾക്ക് നല്ല ആര്യനും ഒരു അവകാശവും ഇല്ല അവിടെ. അവിടെ ബാലൻ എപ്പോഴും അവകാശം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, ആനന്ദും ദേവി, അവരുടെ അച്ഛനും അമ്മയും ഒക്കെ. നിങ്ങളൊക്കെ എപ്പോഴും പുറമ്പോക്കാന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മുടെ ആര്യനെ കുത്തിത്തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആര്യൻ അങ്ങനെ കുത്തിത്തിരിയല്ലോ. എന്നിട്ട് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ പറയും, ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഷോപ്പിംഗ് മോള് പണിയും ഞങ്ങള് ഉറപ്പാ, അതും നോക്കിക്കോ ആകാശിന്റെ പേരിൽ തന്നെ ആയിരിക്കും അത് പണിയാൻ പോകുന്നത്, അങ്ങനെ ആയിരിക്കും അത് വളർന്നു വരാൻ പോകുന്നത്. തോൽപ്പിക്കാൻ നോക്കണ്ട ആരും എന്നെ, ഞാൻ തോറ്റു തരില്ല എന്ന് ആകാശിനും ഈ ഒരു സ്വപ്നം എന്താ പറയാ, ഈ ഒരു വാഗ്ദാനങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങ് നിലത്തൊന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറില്ല. എനിക്ക് ഇനി ഗോമതി സ്റ്റോഴ്സും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇതിന്റെ പടി പോലും ചവിട്ടത്തില്ലെന്നും പറഞ്ഞ് വാശിയില്ല ആകാശ്. ഏതായാലും നമ്മുടെ ബാലന്റെ വാശി ജയിക്കുവോ, ആകാശിന്റെ വാശി ജയിക്കുവോ, അതോ ഇനിയിപ്പം നമ്മുടെ ഗോമതിയുടെ വാശി ജയിക്കുവോ, അതോ എല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ കൃഷ്ണമംഗലംകാരി ഗോമതിനെ പറ്റിച്ചു പോവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താൻ കേട്ടോ. അപ്പൊ ഇത് കഴിയുമ്പോൾ നമ്മുടെ അലീനയുടെ നാളത്തെ കഥ നമ്മൾ ഇടുന്നുണ്ടേ. അപ്പൊ ഇത് കഴിയുന്ന ഉടനെ തന്നെ നമ്മൾ പുറകെ തന്നെ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരുകയാണ്. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, ഇന്ന് നമ്മൾ കഥ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാട്ടോ കഥയൊന്നും ചെയ്യാതിരുന്നത്. സത്യമായിട്ടും ഒരു യാത്രയ്ക്ക് പോയി വന്ന് മടുത്തിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ വന്നതാണ്. അപ്പൊ ഞാൻ പോവാ, ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.